ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സി പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു. പക്ഷെ രാവിലെ എടുത്തിരുന്നത് അത് ഏകദേശം ഈ ഒരു പൊസിഷനിൽ വെച്ചായിരുന്നു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിന്റെ അവിടെ വെച്ചായിരുന്നു. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു 100 പോയിന്റിന്റെ 100+ പോയിന്റ്സിന്റെ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്നു. പക്ഷെ ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരുന്നു. ഇവിടുത്തെ ഈ ബ്ലാക്ക് ലൈൻ ആണ് ഒരു ക്ലോസിംഗ് ഏരിയ ഉണ്ട്. ആ ക്ലോസിംഗ് ഏരിയയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. ആ സ്റ്റോപ്പ് ലോസ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പല പ്രാവശ്യം എക്സിറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എക്സിറ്റ് ചെയ്തില്ല. എക്സിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാല് ഈ ഈ ഈ ലൈൻസിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ എക്സിറ്റ് റൂൾ. അപ്പൊ ആ എക്സിറ്റ് ക്ലോസ് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് ആവണം. ആ ക്ലോസ് ആയതിനു ശേഷം മാത്രമേ എക്സിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നിന്നു. ടച്ച് ചെയ്ത് ഏകദേശം എനിക്കൊണ്ട് കുറച്ച് ചെറുതായിട്ടൊക്കെ ഇപ്പുറത്തേക്ക് വന്നിരുന്നു പല പ്രാവശ്യങ്ങളിലും. പക്ഷെ പല പ്രാവശ്യം ഒന്നും ക്ലോസ് ചെയ്തില്ല. ഞാൻ ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് എക്സിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ലാസ്റ്റ് ക്ലോസ് ചെയ്ത ക്യാൻഡിൽ ഭയങ്കര വലിയൊരു ക്യാൻഡിൽ ആയിപ്പോയി. അത് ഏകദേശം എനിക്ക് 235 പോയിന്റ്സിന്റെ ലോസ് ഉണ്ടെന്നു പെർ ലോട്ടിന്. അപ്പൊ അത് നല്ല ലോസ് ആയി മാറി. ഏകദേശം ഒരു 100+ പോയിന്റ് പ്രോഫിറ്റിൽ ഇരുന്ന് ആണ് നമ്മൾ രാവിലെ. പക്ഷെ അത് വൈകിട്ടായപ്പോഴേക്കും നല്ല ലോസിലേക്കായി. പക്ഷെ എന്നെ ഹോൾഡ് ചെയ്തു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണവരെ ഞാൻ ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് എന്റെ സംഭവം. പക്ഷെ ഒരു ട്രേഡർ എപ്പോഴും എനിക്ക് തോന്നുന്നു ഫുൾ ടൈം നമുക്കൊരു വ്യൂ ആയിരിക്കില്ല. ഇപ്പൊ മാർക്കറ്റിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു വ്യൂ ആയിരുന്നു ശരിക്കും. ചിലപ്പോൾ അത് മോളിൽ പോയിരുന്നെങ്കിൽ ഓക്കെ കറക്റ്റ് ആയേനെ. പക്ഷെ അത് അവിടെ നിന്ന് മാറിയ ട്രെൻഡ് മൊത്തത്തിൽ മാറിയ സമയത്ത് ആ ഒരു വ്യൂ മൊത്തം ഇവിടെ വെച്ച് മാറി. ഈ ഒരു പൊസിഷനിലേക്ക് വെച്ച് ഇത് മൊത്തം മാറി. അപ്പൊ അത് എക്സിറ്റ് ചെയ്യണമായിരുന്നു. എക്സിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കണമായിരുന്നു. ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു ഏകദേശം ഇവിടെ നിന്നൊക്കെ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു 400 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് ഉണ്ട്. ഒരു സ്പോട്ട് ചാർട്ടിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു തന്നെ. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ട്രേഡ് ഒരു കാരണവശാലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ ഫോൾട്ട്. പിന്നെ ഇവിടെ എന്റെ അനലൈസിൽ പറ്റിയൊരു തെറ്റെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഷോൾഡർ, ഇവിടെ ഒരു ഹെഡ്, ഇവിടെ ഒരു ഷോൾഡർ, അങ്ങനെ ഒരു രീതിയിൽ ഒരു പാറ്റേൺ ഫോം ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് സംഭവം. ഏകദേശം ഈ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് ഇവിടുന്ന് ട്രേഡ് എടുക്കാമായിരുന്നു. ഇത്തരം ടാർഗറ്റ് കീപ്പ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ലോ എങ്കിലും കീപ്പ് ചെയ്ത് പിടിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഫ്ലെക്സിബിൾ ആയില്ല. ട്രേഡിൽ ഒട്ടും ഫ്ലെക്സിബിൾ ആയില്ല ഞാൻ. എന്നതാണ് എനിക്ക് ഏറ്റവും സംഭവിച്ചത്. ഞാൻ ആ ഒരു ബുള്ളിഷ് വ്യൂവും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരുന്നു. അവിടുന്ന് റിവേഴ്സിലാവുന്ന ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് റിവേഴ്സായി മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഏതായാലും നമുക്കിനി നാളത്തേക്കുള്ളൊരു വീഡിയോ നോക്കാം. വീഡിയോ അല്ല, സോറി, വ്യൂ. നാളത്തേക്കുള്ള വ്യൂ നോക്കാം. നാളെ എനിക്കിപ്പോ ഞാൻ അനലൈസ് ചെയ്തു കുറച്ചേരം ഇത് നോക്കിയിരിക്കുന്നു. അപ്പൊ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഞാൻ ആ ഒരു ബുള്ളിഷ്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു ബുള്ളിഷ് വ്യൂ ഇപ്പോഴും എനിക്കുണ്ട്. മാർക്കറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പൺ കിട്ടി. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഓറഞ്ച് ലൈനിൽ റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്ത് ഈ ഒരു ബ്ലാക്ക് ലൈനിൽ കൊണ്ട് എക്സിറ്റ് ചെയ്യും. നിയർ ബൈ ഓർ ഓൺ ദ ലൈനിൽ എക്സിറ്റ് ചെയ്യും. ഒരു 420 പോയിന്റ്സ് ഉണ്ട്. 400 പോയിന്റ്സിന്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് പ്ലാൻ. ഈ ഒരു ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഓപ്പൺ കിട്ടിയ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ കിട്ടുകയോ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ വന്ന് ഒരു ചെറിയ ഡൗൺ പോയാലും ഇങ്ങനെ ഒരു ഇതാണ് ഒരു ഫസ്റ്റ് പ്ലാൻ. ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ. അങ്ങനെ അതല്ല, മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡിലേക്ക് ഒരു ഇവിടെ ചെറിയൊരു ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു. അവിടെ നിന്ന് റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ട്രേഡ് എടുക്കും. അവിടെ നിന്ന് ഇതായിരിക്കും ടാർഗറ്റ്. സെയിം ഏകദേശം 400 പോയിന്റ്സ് നേരത്തെ പറഞ്ഞ അതേ സെയിം പോയിന്റ് തന്നെ. ഇത് രണ്ടുമാണ് ഇപ്പൊ എനിക്കൊരു വ്യൂ ഉള്ളത്. ഇനി അതല്ല, ഇവിടെ നിന്ന് ഓപ്പണായി ഡയറക്റ്റ് ഇവിടെ വന്ന് വഴി ഒന്ന് സൈഡ് വൈസ് ഒക്കെ പോയി ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ കൊണ്ട് എക്സിറ്റ് ചെയ്യും. ഈ ഒരു പൊസിഷനിൽ എക്സിറ്റ് ചെയ്യും. ഈ 3 പ്ലാനാണ് എനിക്കിപ്പോ കറന്റ് ഉള്ളത്. ബാക്കി നാളെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം അതനുസരിച്ച് ബാക്കി ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ട്രേഡ്
അപ്പോൾ ഒരു പ്ലാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരെണ്ണം ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ആയി ഇവിടെ ഒന്ന് ഇവിടുന്ന് റിവേഴ്സ് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇനി അതല്ല ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയി ഇവിടെ സൈഡ് വൈസ് പോയിട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ ഇട്ടാണെങ്കിൽ ഇവിടെ നിന്ന് എൻ്റർ ഇടുക, നേരെ ഡൗൺ കൊണ്ട് ടാർഗറ്റ്. ഇത് മൂന്നുമാണ് നാളത്തേക്കുള്ളൊരു പ്ലാൻ. ഇനി ഇതല്ല വേറൊരു ഇതെന്ന് വെച്ചാൽ ഈ ട്രേഡൊക്കെ ഇങ്ങനെ പോയി ഇവിടെ ഒരു ഏരിയ കിട്ടി, ഇവിടെ നിന്ന് ഇവിടെ മസ്റ്റായിട്ട് എക്സിറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഓറഞ്ച് ലൈൻ ഉണ്ടല്ലോ, ഈ ഓറഞ്ച് ലൈൻ ഇവിടുന്ന് ഇതിന്റെ മുകളിലേക്ക് കയറിക്കേണ്ടായിരിക്കുള്ളൂ നെക്സ്റ്റ് ട്രേഡ് എടുക്കുക, ഒരു സി പൊസിഷൻ എടുക്കുക, അത് ടാർഗറ്റ് ഇതായിരിക്കും കീപ്പ് ചെയ്യുക. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 350 പോയിന്റ്സിന്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പൊ അത് നോക്കും. ഇതാണ് എൻ്റെ വ്യൂ. അപ്പൊ ഒരു വ്യൂ ഇത്, സെക്കൻഡ് വ്യൂ ഇത്, തേർഡ് വ്യൂ ഇത്, ഫോർത്ത് വ്യൂ ഇതിന്റെ മുകളിൽ കയറിയിട്ട് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇത് ഒരു സിംഗിൾ പ്ലാനറ്റ് തന്നെ നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇവിടെ ഒരു സൈഡ് വൈസ് ഒക്കെ പോയി ഇതിന്റെ മുകളിൽ കയറുമ്പോൾ നെക്സ്റ്റ് ട്രേഡ് എടുക്കും എന്നുള്ള, അല്ലാതെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് എടുക്കേണ്ട പരിപാടി ഇല്ല. ഇവിടെ എക്സിറ്റ് ചെയ്യും, മസ്റ്റായിട്ട് എക്സിറ്റ് ചെയ്തിട്ട് നിൽക്കും. ഇനി അതല്ല, ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈനിന്റെ താഴത്താണ് ഓപ്പണിങ്കിൽ ഉറപ്പായിട്ടും ട്രേഡ് നോക്കിയിട്ട് എടുക്കുള്ളൂ. എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ ഫോം ആവണമെന്നൊക്കെ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ട് കിട്ടിയിട്ട് ഇവിടെ റിവേഴ്സിലൊക്കെ വന്ന് ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഓക്കെ. അതല്ല ഫ്ലാറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ കിട്ടി അതിനോടൊപ്പം കണ്ടിന്യൂസ് ഫാൾ ആണെങ്കിൽ എടുക്കില്ല, ആ ട്രേഡ് ഞാൻ ചിലപ്പോൾ എടുക്കില്ല മിക്കവാറും. ഇതാണ് എൻ്റെ ഇന്നത്തെ വ്യൂ. എനിവേ താങ്ക് യു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈൻസും എൻ്റെ ലൈൻസും നോക്കാം, എന്താണ് വ്യത്യാസം, എനിക്കെന്താ തെറ്റ് പറ്റിക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.